വാർത്തകൾ തുടരുന്നു. ഉദുമ പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാൻ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും കൈകോർക്കുന്നു. പാലക്കുന്ന് ടൗണിൽ ശുചീകരണം നടത്തി യജ്ഞത്തിന് തുടക്കം കുറിച്ചു. അർബുദരോഗം പഞ്ചായത്തിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഈയൊരു ഉദ്യമത്തിന് അടിയന്തരമായി കൈകോർത്ത് രംഗത്തിറങ്ങിയത്. കടകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തുറന്ന സ്ഥലത്ത് വെച്ച് കത്തിക്കുന്നത് ഇതിന് വഴിയൊരുക്കുന്നുണ്ടെന്നും ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനും കർശന നിർദ്ദേശങ്ങൾ നൽകാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് തുടക്കം കുറിച്ച് ചൊവ്വാഴ്ച പാലക്കുന്ന് ടൗണിൽ ശുചീകരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, മെഡിക്കൽ ഓഫീസർ തുടങ്ങിയവരെല്ലാം യജ്ഞത്തിൽ പങ്കാളികളാകുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം ഒഴിവാക്കണമെന്ന് നേരത്തെ തന്നെ വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇവ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല. കടകളിലെ കടലാസ് മാലിന്യങ്ങൾ അവിടെ വെച്ച് തന്നെ കത്തിച്ചു കളയാനും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു വെച്ച് അധികൃതർക്ക് കൈമാറാനുമാണ് പുതിയ നിർദ്ദേശം. ഇത് പാലിക്കാത്തവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ കൈക്കൊള്ളാൻ ജില്ലാ കളക്ടർ ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കസ്തൂരി ടീച്ചർ പറഞ്ഞു. നമ്മൾ ഉദുമ പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ പഞ്ചായത്ത് തലത്തിൽ തന്നെ ഒരു ശുചിത്വ പരിപാടി ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. എല്ലാ കടകളുടെ മുമ്പും വൃത്തിയാക്കുക. അതിനുശേഷം ഇനി വ്യാപാരികൾ ഒരു പ്ലാസ്റ്റിക്കോ അല്ല ഒരു സിഗരറ്റ് കുറ്റിയോ അത് ഏത് വേസ്റ്റും ആ കടയുടെ മുമ്പിൽ കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ഫൈൻ ഈടാക്കും. അതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ കലക്ടറുടെ ഭാഗത്തു നിന്നുണ്ട്. പ്ലാസ്റ്റിക്കുകൾ എടുക്കുന്നത് ഇപ്പോൾ 20-ാം തീയതി മുതൽ എല്ലാ മാസം 20-ാം തീയതിയും ഈ ഷോപ്പുകളിലെ മുഴുവൻ ഷോപ്പുകളുടെയും പ്ലാസ്റ്റിക്കുകൾ നമ്മൾ എടുത്ത അംഗൻവാടികളിലും അതുപോലെ സ്കൂളുകളിൽ അതുപോലെ ചില സെന്ററുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശേഖരിക്കുന്നുണ്ട്. ആ ശേഖരിച്ച പ്ലാസ്റ്റിക്കുകൾ നമ്മൾ വെളുത്തോളിയിലേക്ക് കൊണ്ടുപോയി മാലിന്യ സംസ്കരണം നടത്തുകയാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗം കൂടുതൽ ഊർജിതപ്പെടുത്തുക എന്നല്ല നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും അത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പഞ്ചായത്തിലെ സബ് സെന്ററുകൾ, അംഗൻവാടികൾ എന്നിവ കേന്ദ്രീകരിച്ച് എല്ലാ മാസവും 20-ാം തീയതി മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇത്തരത്തിൽ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പള്ളിക്കര പഞ്ചായത്തിലുള്ള വെളുത്തോളി പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റിന് കൈമാറാനാണ് തീരുമാനം. പാലക്കുന്നിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ഉദുമ.